നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEBയുടെ ട്രാൻസ്ഫോമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മഹിളാ മോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി. സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ആതുരാലയം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് മഹിളാ മോർച്ച. വാർത്തകൾ വിശദമായി. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEBയുടെ ട്രാൻസ്ഫോമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. മാള ടൗണിൽ പ്രധാന റോഡായ കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയ്ക്ക് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലായി 2 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെയാണ്. സ്കൂൾ, ആരാധനാലയം, ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, നിരവധി വാഹനങ്ങളും ജനങ്ങളും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ട്രാൻസ്ഫോമറും ഫ്യൂസുകളും സുരക്ഷ ഒരുക്കാതെ തുറന്നിട്ടിരിക്കുന്നത്. മാള KK റോഡിലാണ് മറ്റൊരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതും റോഡിന് സമീപം സുരക്ഷാ വലയം ഇല്ലാതെയാണുള്ളത്. എത്രയും പെട്ടെന്ന് അധികൃതർ അപകട ഭീഷണി ഉയർത്തുന്ന ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ കവചം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോന്റെ നേതൃത്വത്തിലായിരുന്നു BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് സമരം ചെയ്തത്. ഡിവിഷൻ കൗൺസിലർ A. പ്രസാദ്, മറ്റ് BJP പ്രവർത്തകർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. സ്ഥിരം റോഡ് അപകടങ്ങളുടെ കുറ്റക്കാരൻ മേയർ MK വർഗീസ് ആണെന്നും മേയർ MK വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മഹിളാ മോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി. സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ഒരു ആതുരാലയം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് വെല്ലുവിളിയായോ തമാശയായോ നിങ്ങൾക്കെടുക്കാം. കാരണം മുൻകാലത്തെ അനുഭവം നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുങ്ങല്ലൂർ സംഘർഷം നടന്നപ്പോ എത്ര CPM നേതാക്കന്മാരാണ് കൊടുങ്ങലിൽ നിന്നും പാരായണം ചെയ്തത്, ഒളിച്ചോടിയത്. നിങ്ങൾ മനസ്സിലാക്കണം. എത്ര CPM നേതാക്കൾ കൊടുങ്ങലിൽ നിന്നും ഒളിച്ചോടി. നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കും, എത്ര CPM നേതാക്കന്മാർക്ക് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അത് നിങ്ങൾ പുറകോട്ടൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ, പരമേശ്വരൻ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും ഒരു LDF കൗൺസിലർ കൊടുങ്ങല്ലൂരിന്റെ മുന്നിൽ കാലുകുത്താൻ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറി മനോജ് IS, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ദീപ രാജേന്ദ്രൻ, രശ്മി അനിൽ, വിനീത ടിങ്കു, KS സുനിൽകുമാർ, KS ശിവറാം എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഭിമാനകരമായ വിജയമാണ് ഈ SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായത്. അപ്പോൾ ഈ പഞ്ചായത്തിലെ 3 വിദ്യാലയങ്ങളും 100% റിസൾട്ട് ഉണ്ടാക്കി എന്നിവിടെ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല റിസൾട്ട് ഈ പരീക്ഷയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടികൾ നന്നായിട്ട് പഠിക്കുക,
അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കുക, പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള നല്ല ഭൗതിക സാഹചര്യം സമൂഹം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് അത് സാധ്യമാണ്. ബാങ്ക് പ്രസിഡന്റ് KV ഡേവിസ്, മാള പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി, സാബു പോൾ, KV രഘു എന്നിവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ജനകീയ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറിപ്പോകുന്ന വള്ളിവട്ടം വില്ലേജ് ഓഫീസർ P. ബീനയ്ക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു, KA സദക്കത്തുള്ള, കമാൽ കാട്ടകത്ത്, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ വന്ന് കൃത്യമായും ചന്ദ്രദാസൻ ചേട്ടൻ്റെ കാര്യം ഇവിടെ ചോദിച്ചോണ്ടപ്പോഴേക്കും അപ്പം തന്നെ എന്നെ വിളി വന്ന് അവിടെ നിന്നിടും. അപ്പം മേഡം നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അത് തഹസിൽദാർക്ക് വിട്ടിട്ടുണ്ട് വിടാനുള്ള. ഇനിയിപ്പോൾ 2 പേരും കൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തയ്യാറാക്കി അതിൻ്റെ പിന്നത്തെ കാര്യങ്ങൾ നമുക്ക് തഹസിൽദാരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആർട്ടിസ്റ്റ് ഷാജി K. അബ്ദു അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മതിലകം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. തദ്ദേശീയ എഴുത്തുകാർക്കുള്ള പുരസ്കാരം E.T. ടൈസൺ MLA ഡോക്ടർ UM മുസ്തഫ കമാലിന് സമർപ്പിച്ചു. യഥാർത്ഥത്തിൽ പെട്ടെന്ന് കന്നുപോയ ഒരു കൂട്ടുകാരന്റെ ഓർമ്മ പുതുക്കുന്നതോടൊപ്പം തന്നെ ഒരു വേദന പങ്കിടുന്ന കൂടിയൊരു അവസരം. ഷാജി യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളോട് അറിയാം. ഒരുപാട് അദ്ദേഹവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. 15-20 കൊല്ലക്കാലത്തെ അടുപ്പമുണ്ടായിരുന്നു, വളരെ മാനസികമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഷാജി. എല്ലാ പൊതുപരിപാടികളിലും ഏതെങ്കിലും ഒരു ഐറ്റം, ഏതെങ്കിലും ഒരു കാര്യം എനിക്കൊന്നും ഞാൻ മറന്നുപോയാൽ ചോദിച്ചു വാങ്ങുന്നത് ഞാൻ പറയും, ഇത് ഞാൻ ചെയ്തോളാം എന്ന് തിരിച്ച് കൃത്യമായി പറയുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു ശ്രീ ഷാജി. ചിലത് അങ്ങനെയാണ്, നമ്മളത് വിചാരിക്കുന്ന സന്ദർഭത്തിലില്ല. അന്നത്തെക്കുറിച്ച് പലപ്പോഴും പല രീതിയിൽ കലയും സാഹിത്യവും അല്ലാത്തവരും നമ്മളും ഒക്കെ പറയുന്നൊരു കാര്യം പെട്ടെന്ന് എപ്പോഴാണ് എങ്ങനെയാണോ ചിലപ്പോൾ നല്ലത് തോന്നുന്നത്. പലപ്പോഴും ചില ഷോക്ക് എന്ന് പറയുന്ന പോലെ ഉള്ള അകൽച്ചയും നമ്മൾ കാണാറുണ്ട്. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ അബ്ദുൽ സലാം ഫൈസി മുഖ്യാതിഥിയായിരുന്നു. ആർട്ടിസ്റ്റ് യഹിയ PH, ഷിലിൻ പൊയ്യാറ, മൂസ വടക്കനോളി, EG വസന്തൻ, ബഷീർ വടക്കൻ, സുലത രാജൻ, പ്രഭാ ദാമോദരൻ, ജിതി സുധീഷ്, റസിയ സുൽത്താന, MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്കൂട്ടം ഷാജി K. അബ്ദുവിന്റെ കവിതകൾ അംഗങ്ങൾ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ അപകട ഭീഷണി ഉയർത്തി KSEBയുടെ ട്രാൻസ്ഫോമറുകൾ. പല ഭാഗങ്ങളിലായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മഹിളാ മോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി. സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ആതുരാലയം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് മഹിളാ മോർച്ച. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.